പോളിംഗ് ബൂത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന ക്യാമറയെക്കുറിച്ചിട്ടുള്ള വിവരണമാണിത്. ഇതിനകത്ത് നമുക്ക് ഈ പ്രാവശ്യം 3 ടൈപ്പ് ക്യാമറാസാണ് നമുക്കുള്ളത്. ഒന്ന് സിംഗിൾ ആൻറ്റിന ക്യാമറ വരുന്നുണ്ട്, സെക്കൻഡ് വരുന്നത് ഡബിൾ ആൻറ്റിന ക്യാമറാസ് വരുന്നുണ്ട്, തേർഡ് ഐക്യാം ഡബിൾ ആൻറ്റിന ക്യാമറാസാണ് വരുന്നത്. ഫസ്റ്റ് ക്യാമറ സിംഗിൾ ആൻറ്റിനയാണ്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ കോഡ് വരുന്നത്. ഇതാണ് നമ്മുടെ മൊബൈൽ ആപ്പിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ട കോഡ്. HF4G എന്ന് പറയുന്ന സീരിയൽ നമ്പറിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. QR കോഡുണ്ട്, ഇത് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ഈ നമ്പർ നമുക്ക് ഡയറക്റ്റ് മൊബൈലിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെക്കൻഡ് ക്യാമറ ഡബിൾ ആൻറ്റിന വരുന്ന ക്യാമറയാണ് വരുന്നത്. ഹൈ ഫോക്കസ് എന്നുള്ള പേരിലാണ് ആ ക്യാമറ വരുന്നത്. ഇതിൻ്റെ സീരിയൽ നമ്പർ വരുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. QR കോഡും സീരിയൽ നമ്പറും അതിനകത്തുണ്ടാകും. ഇതാണ് നമ്മൾ മൊബൈലിൽ ആഡ് ചെയ്യേണ്ടത്. മൂന്നാമത് വരുന്ന ക്യാമറയാണ് ഐക്യാം ഡബിൾ ആൻറ്റിനയാണ്. ഇതിനകത്ത് ഇതിൻ്റെയും ബാക്കിൽ തന്നെയാണ് സീരിയൽ നമ്പറും QR കോഡും ഇതിനകത്ത് വരുന്നത്. ഈ ക്യാമറകളെല്ലാം 4G ക്യാമറാസാണ്. ഈ 4G ക്യാമറയും ഇതിനകത്ത് തന്നെ റെക്കോർഡിങ്ങും ഉണ്ടായതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവിടെ സിം കാർഡും അതുപോലെ തന്നെ SD കാർഡും ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓൾറെഡി ഇത് രണ്ടും ഇൻസേർട്ട് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് തന്നെ ആയിരിക്കും നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ക്യാമറ കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ക്യാമറയുടെ ഹോൾഡറാണ്. അതിൻ്റെ കൂടെ ഒരു നെയിലും വരുന്നുണ്ട്. ഇത് നമുക്ക് ഭിത്തിയിലേക്ക് തറപ്പിക്കാനും ഇത് ക്യാമറ ഹോൾഡ് ചെയ്യാനുമായിട്ടുള്ള ഒരു ഹോൾഡറാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാമറ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്നി സിംഗിൾ ആൻറ്റിന അല്ലെങ്കിൽ ഡബിൾ ആൻറ്റിന ആയിട്ടുള്ള ക്യാമറയാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. പിന്നെ ഒരു എക്സ്റ്റൻഷൻ കേബിൾ ഇതിൻ്റെ കൂടെ ലഭിക്കുന്നുണ്ട്. 5 മീറ്റർ നീളം വരുന്ന ഒരു എക്സ്റ്റൻഷൻ കേബിളാണ്. ഇതിൻ്റെ ഒരു എൻഡ് ഫീമെയിലും ഒരു എൻഡ് മെയിലുമായിട്ടായിരിക്കും ലഭിക്കുന്നത്. ക്യാമറയ്ക്കുള്ള അഡാപ്റ്റർ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് നമ്മുടെ ക്യാമറയുടെ കേബിളിൽ തന്നെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. എന്നാൽ ഈ പ്രാവശ്യം നമുക്ക് ഒരു പവർ ബാങ്ക് കൂടെ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. പവർ ബാങ്ക് ഏകദേശം 3 മണിക്കൂർ വരെ ബാക്കപ്പ് ഉള്ളതാണ്. ഇതിൻ്റെ ഒരു എൻഡിൽ നമുക്ക് 3 മീറ്ററും ഇപ്പുറത്തെ എൻഡിൽ 3 മീറ്ററും. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്റ്റൻഷൻ കേബിൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ പോലും ചിലപ്പോൾ ലെങ്ത് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ എക്സ്റ്റൻഷൻ കേബിൾ സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിച്ച് നമുക്ക് ലെങ്ത് കൂട്ടാൻ സാധിക്കുന്നതാണ്. ക്യാമറയ്ക്ക് ബാക്കപ്പിന് ആവശ്യമായിട്ടാണ്, പവർ പോവുകയാണെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാക്കപ്പാണ് ഈ പവർ UPSൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 3 പിൻ പ്ലഗ് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ക്യാമറ വരികയാണെങ്കിൽ അവിടെ മൾട്ടിപ്പിൾ പ്ലഗ് പോയിൻ്റ് ഇല്ലെങ്കിൽ നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് ക്യാമറകളുടെ എണ്ണം കൂട്ടാൻ അല്ലെങ്കിൽ ക്യാമറ കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാമറയുടെ ജാക്കിലേക്ക് നമുക്ക് പവർ കണക്ട് ചെയ്യാം. ശേഷം ഇതിനകത്തൊരു റെഡ് ഇൻഡിക്കേഷൻ ലഭിക്കും. ക്യാമറ ഇപ്പോൾ ഓൺ ആവുന്നതാണ്. പവർ ഓണായി എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. SD കാർഡ് റെക്കോർഡ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അത് എൻഷുർ ചെയ്യണം. നമ്മുടെ സിം ആക്റ്റീവായി എന്നാണ് ഈ നോട്ടിഫിക്കേഷൻ ലഭിച്ചത്. ഓക്കെ, ക്യാമറ സ്ട്രീമിങ്ങിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൊബൈൽ ആപ്പ് വച്ച് നമ്മളുടെ ഈ ക്യാമറയുടെ ബാക്കിലത്തെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്തോ സ്കാൻ ചെയ്തിട്ടോ ഈ ക്യാമറ നമ്മുടെ മൊബൈൽ ആപ്പിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിനകത്ത് ഈ ലൈറ്റ് ഗ്രീൻ അല്ലാതെ ബ്ലിങ്ക് ചെയ്യുകയാണ് ആണെങ്കിൽ ഇതിൻ്റെ നെറ്റ്വർക്ക് കറക്റ്റ് അല്ല എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അങ്ങനെയാണെങ്കിൽ മേ ബി നമുക്കിത് ഇന്ന് സിം ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും. ഓരോ ലൊക്കേഷനിലും ഓരോ നെറ്റ്വർക്കിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് ക്യാമറകൾ നമ്മൾ സെലക്ട് ചെയ്ത് വിടുന്നത്. അത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇത് നമ്മുടെ രണ്ടാമത്തെ ക്യാമറയാണ് ഡബിൾ ആൻറ്റിന ഐ ഫോക്കസ് എന്ന് പറയുന്ന ക്യാമറ. ഇതിൽ ബ്ലൂ ലൈറ്റാണ് വരുന്നത്. ഇതിൽ വോയിസ് വച്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ ആക്ടിവേഷനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. LED ലൈറ്റിൻ്റെ വേറെ ഇൻഡിക്കേഷനൊന്നും ഇതിലില്ല. ബ്ലൂ ലൈറ്റ് മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു വോയിസ് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കും. ക്യാമറ പവർ ഓൺ. ഓക്കെ, ഈ ഇതിൽ സിം ആക്റ്റീവായി എന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4G നെറ്റ്വർക്ക് കണക്ഷൻ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സെക്കൻഡുകളോടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. സ്ട്രീമിംഗ് ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനോടെ നമുക്ക് ലഭിക്കും. അപ്പോഴാണ് നമ്മുടെ ഈ ക്യാമറ ആക്റ്റീവ് ആയെന്നുള്ള
ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം മാത്രമേ നമുക്ക് മൊബൈലിലേക്ക് ഇത് ആഡ് ചെയ്യാൻ. യെസ്, സ്ക്രീമിംഗ് കണക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം നമ്മുടെ സീരിയൽ നമ്പർ മൊബൈൽ ആപ്പിലേക്ക് എൻ്റർ ചെയ്ത് ഇത് എനേബിൾ ആക്റ്റീവ് ആക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. മൂന്നാമത്തെ ക്യാമറയാണ് നമ്മൾ പവർ കൊടുക്കുന്നത്. ഇത് സിംഗിൾ ആൻറ്റിന ക്യാമറയാണ്. ഇതിൻ്റെ പവർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലൈറ്റ് വരുന്നുണ്ട്. Camera is starting. Please wait. Recording started. SD card detected. LAN cable not connected. SIM card detected. Mobile network connecting. Network connected. Streaming started. ഓക്കെ, ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രീമിംഗ് സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം ആക്റ്റീവായി നമ്മുടെ മൊബൈലിലേക്ക് നമ്മളുടെ ക്യാമറ ID QR കോഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ട് കാര്യം നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് SD കാർഡ് എനേബിൾ എന്നുള്ളതും അതുപോലെ സ്ട്രീമിംഗ് എനേബിളായി എന്നുള്ള രണ്ട് നോട്ടിഫിക്കേഷൻ എൻഷുർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ക്യാമറയുടെ വർക്കിംഗ് കംപ്ലീറ്റ് ആയി എന്ന് നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കുള്ളൂ. അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പോളിംഗ് ബൂത്തിൽ ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല രണ്ട് പൊസിഷൻ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡോറ് വരുന്നതിൻ്റെ ഈ കോർണറിലായിട്ടോ അല്ലെങ്കിൽ ഈ കോർണറിലായിട്ടോ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും. ഇവിടെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള കവറേജ് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് മെഷീന് ഓപ്പോസിറ്റ് ആയിരിക്കണം നമ്മുടെ ക്യാമറ പൊസിഷൻ ചെയ്യേണ്ടത്. ഇതേ മോഡൽ ആണി നമ്മൾ അടിച്ചതിന് ശേഷം ഒരു ഹോൾഡർ അതിൽ ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ക്യാമറ ഇതേ മോഡൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്കിതിൻ്റെ പൊസിഷൻ, ഈ ക്യാമറയുടെ പൊസിഷൻ നമുക്ക് മാനുവലായിട്ട് കയ്യിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാമറ ഹാങ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള റൂമിൻ്റെ വൈഡ് ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഈ ബാക്കിലെ നോബ് നമുക്ക് തിരിച്ചതിന് ശേഷം ഈ ക്യാമറ ഈ ഒരു പൊസിഷനിലേക്ക്, ഏതൊരു പൊസിഷനിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതേ പൊസിഷൻ ചെയ്ത് ഈ ബാക്കിലത്തെ നോബ് ടൈറ്റാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാമറയുടെ ആംഗിൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേ മോഡൽ തന്നെ അത് ചെറുതായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാമറ നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു 7 ഫീറ്റ് ഹൈറ്റിലായിരിക്കണം നമ്മൾ ക്യാമറ എപ്പോഴും ഫിക്സ് ചെയ്യേണ്ടത്. ഇത് ഡെമോ പർപ്പസിനായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ഇത് ചെയ്തത്. പക്ഷേ നമുക്ക് 7 ഫീറ്റ് ഹൈറ്റിൽ തന്നെ ഒരാൾ വന്നാൽ ക്യാമറ പെട്ടെന്ന് തട്ടിയെടുക്കുവാനോ ഊരിയെടുക്കുവാനോ സാധിക്കാത്ത രീതിയിലായിരിക്കണം ക്യാമറ ഫിക്സ് ചെയ്യേണ്ടത്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, പോളിംഗ് ബൂത്തിൻ്റെ അകത്ത് പവർ ബാങ്ക്, മിനി പവർ ബാങ്ക് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ആ പവർ ബാങ്ക് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം ഈ ഇത് നമ്മുടെ പ്ലഗ് പോയിന്റിലേക്ക്, നമുക്ക് എവിടെയാണോ നമ്മുടെ പ്ലഗ് പോയിന്റ് പോകുന്നത് അതിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അതുപോലെ തന്നെ പവർ ബാങ്ക് ഇത് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയോ ടാഗ് ചെയ്തിട്ട് അതിനെ സേഫായിട്ട് തന്നെ വെക്കണം. അതേസമയം ഇങ്ങനെ തൂങ്ങി കിടക്കുവാനോ തൂങ്ങിപ്പോവാനോ ഇത് പാടില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ടാവുന്നതായിരിക്കും. ക്യാമറ ഇൻസ്റ്റലേഷൻ ചെയ്തതിന് ശേഷം ഈ ക്യാമറയിലാണെങ്കിൽ നമുക്ക് ഗ്രീൻ ലൈറ്റ് തെളിയുന്നുണ്ട്. ഗ്രീൻ ലൈറ്റ് ആക്റ്റീവ് ആയി എന്നുള്ള ഇൻഡിക്കേഷൻ കിട്ടിയതിന് ശേഷം നമ്മുടെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് ഇൻസ്റ്റലേഷൻ എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ക്യാമറ ID നമ്പർ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ എൻറ്റർ ചെയ്തോ കൊടുത്ത് അതിന് ശേഷം ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് ലൈവ് ഓൺലൈനിൽ ഇതിനകത്ത് സ്റ്റാറ്റസ് കാണിക്കും. ലൈവ് വീഡിയോ കൊടുത്താൽ നമുക്ക് ഇവിടെയുള്ള ഈ ലൊക്കേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വൈഡായിട്ടുള്ള ഇത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ലൈവ് വ്യൂ വരുന്നത് ഇതിൽ കാണാൻ പറ്റും. ഓൺലൈൻ ആണെന്ന് കാണാം. അതിൻ്റെ ക്യാമറയുടെ സീരിയൽ നമ്പർ ഇവിടെ കാണാം. അതിന് ശേഷം ബാക്ക് പോവുക. ബാക്ക് പോയതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ പോളിംഗ് ബൂത്തുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അത് ചെക്ക് ചെയ്ത് അതിന് ശേഷം സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. അതിന് ശേഷം നിങ്ങളുടെ ബൂത്ത് നമ്പർ കൊടുക്കുക. ബൂത്ത് നമ്പർ ഇപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് 2 എടുത്തപ്പോഴത്തേന് എനിക്ക് 2 ബൂത്ത് നമ്പർ ഇവിടെ കിട്ടി. ഇതിൽ തന്നെ നമുക്ക് ഇന്നും ഔട്ടും എന്ന് പറയുക. ഈ ക്യാമറ കൊടുത്തേക്കുന്ന ഇപ്പോൾ ഇന്നിലായതുകൊണ്ട് ഇന്നിൽ സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിന് ശേഷം ഇൻസ്റ്റാളേഷൻ ക്യാമറ ഫോട്ടോ, ആ ക്യാമറയുടെ ഫോട്ടോ ഫിക്സ് ചെയ്തിരിക്കുന്ന ക്യാമറയുടെ ഫോട്ടോ ഇവിടെ ക്യാപ്ചർ ചെയ്യണം.
ക്യാപ്ചർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം പോളിംഗ് ബൂത്ത് ഫോട്ടോ എന്ന് പറയുന്നത് എല്ലാ പോളിംഗ് ബൂത്തിൻ്റെ ഫ്രണ്ടിൽ ആ പോളിംഗ് ബൂത്തിന് അതിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടാവും. അതിൻ്റെ ബൂത്ത് നമ്പർ, ഏത് അസംബ്ലിയാണ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫോട്ടോ എടുത്ത് അതിന് ശേഷം ക്യാപ്ചർ ചെയ്യുക. നെക്സ്റ്റ് അടിക്കുക. അസൈൻ ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രിവ്യൂ മൊത്തം നമുക്ക് ലൈവ് പ്രിവ്യൂ എന്തൊക്കെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ ഇതെല്ലാം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. ക്യാമറ ലൊക്കേഷൻ എല്ലാ കാര്യങ്ങളും കൊടുത്തു. ഇൻസ്റ്റാളേഷൻ, പോളിംഗ് ബൂത്ത് എല്ലാം ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിന് ശേഷം സബ്മിറ്റ് ചെയ്താൽ മതിയാവും.